ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ വെയിറ്റ് ലോസ് ജേർണി എവിടെ വരെ എത്തിയെന്ന് കുറേ ആൾക്കാർ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചുകൊണ്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക നമ്മളെ വെയിറ്റ് എത്രത്തോളം ആയി എന്നൊക്കെ. എന്തായാലും ഇന്ന് ഞാൻ എൻ്റെ പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് എത്ര ഉണ്ടെന്നും അത് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനി വെയിറ്റുള്ള ആൾക്കാർ ഈ വീഡിയോ എന്തായാലും കാണും കേട്ടോ. ഇനി വെയിറ്റ് കുറയ്ക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. കാരണം അജാതി റിസൾട്ടാട്ടോ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ എനിക്കുണ്ടായത്. നമ്മൾ ഡെയിലി സ്റ്റോറി ഇടുന്നത് നമ്മളെ ഡയറ്റ് പ്ലാനിനെ കുറിച്ചിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരും ഫോളോ ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പല ആൾക്കാർക്ക് ഇപ്പോൾ വെയിറ്റ് സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നത് എന്താ പറയുക, നിങ്ങളെ വെയിറ്റ് എത്രത്തോളമായിട്ട്? ഞാൻ സസ്പെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വെയിറ്റ് ഞാൻ നെക്സ്റ്റ് 10 ദിവസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന്. നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യലുണ്ടെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യലുണ്ട്. ഡെയിലി ഒരു 10,000 സ്റ്റെപ്സോളം ഞാൻ വെക്കലുണ്ട്. പല ദിവസവും അത് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കറക്റ്റ് 10,000ലേക്ക് എത്തിച്ചിട്ട് വേണം നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് കറക്റ്റ് 10,000 സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു ഡിസിഷൻ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്തായാലും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നടക്കാൻ വേണ്ടി പോകാം കേട്ടോ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും ഒരു മുടക്കുണ്ടാവും. ഇപ്പൊ മഴേന്റെ രൂപത്തിലാണ് മുടങ്ങിയിരിക്കുന്നത്. എന്നാലും തീരുമാനിച്ച കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഞാൻ എന്തായാലും ചെയ്യില്ല. എന്തായാലും ഇന്ന് മുതൽ വർക്കൗട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആക്കാം. വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെറുതായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് വീട്ടിലേക്ക് എനിക്ക് ആവശ്യമുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വർക്കൗട്ടിലെ ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് കാർഡിയോ വർക്കൗട്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് നമ്മൾ ത്രെഡ്മിൽ എന്ന് പറയുന്നത്. ഈ ത്രെഡ്മിൽ കാണുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ചിരിയൊക്കെ വരും. വേറൊന്നല്ല, മിക്ക വീടുകളിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ തുണി ആറിടുന്ന പരിപാടിയാണ്. ആ ഒരു പരിപാടി ഇനി ആരും ചെയ്യരുത്. ഇതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി വാങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ 100 കിലോ മുതൽ 150 കിലോ കപ്പാസിറ്റി ഉള്ള ത്രെഡ്മിൽ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ഈ കാർഡിയോ വർക്കൗട്ട് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും മൈൻഡിൽ പോകുന്നത് ഈ ഒരു ത്രെഡ്മിൽ മാത്രം കേട്ടോ. എന്നാലേ ഫുൾ ബോഡി കാർഡിയോ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എലിപ്റ്റിക്കൽ ക്രോസ് ട്രെയിനർ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ അറിയോ? കറണ്ട് ചാർജ് വേണ്ട, പിന്നെ മെയിൻ്റെനൻസ് കുറവാണ്, പിന്നെ എന്നെ പോലെ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ. ഇതൊക്കെ പോട്ടെ, ഇനി എന്നെ പോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും എടുക്കേണ്ടത് വെയിറ്റ് ട്രെയിനിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 5 kg അതേപോലെ 7.5 kg ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ബേൺ ചെയ്തുകൊണ്ടിരിക്കും ഫാറ്റ്. ഈ കാർഡിയോ വർക്കൗട്ടിലെ ലോവർ ബോഡി വർക്കൗട്ട് ചെയ്യാനുള്ളതാണ് സ്പിൻ ബൈക്ക് എന്ന് പറയുന്നത്. ഇനി ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള അച്ഛനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഐറ്റം. കാരണം ബാക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. വീട്ടിലെ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഡംബിൾസ് മാത്രം കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ഡംബിൾസ് മാത്രം പോരാ, ഈ ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള വർക്കൗട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ പോട്ടെ, ഇനി വീട്ടിലെ ഹോം ജിം സെറ്റ് ചെയ്യാൻ പ്ലാൻ വല്ലതുണ്ടെങ്കിൽ ഈ ഒരു മെഷീനിലെ 12ന് മുകളിൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്നുമല്ല, അത്യാവശ്യം കുറച്ച് വർക്കൗട്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു എക്യുപ്മെന്റ് കേട്ടോ. വേറൊന്നല്ല, 20ന് മുകളിൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് ഇനി വീട്ടിൽ ചന്ദനത്തിനും കത്തിച്ച് വെക്കാനുള്ള പരിപാടിയാണെങ്കിൽ ആ പരിപാടിയൊക്കെ എല്ലാവരും മറന്നേക്ക്. നിക്ഷ എന്ന ജിമ്മിന്റെ ഏതൊരു എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ 1 വീക്ക് ഇന്റർനാഷണൽ ട്രെയിനറിന്റെ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും.